സാർ, ഇപ്പൊ നടക്കുന്ന CJP പ്രൊട്ടസ്റ്റ് ഇതിന് പിറകിൽ ശരിക്കും സ്റ്റുഡന്റ് തന്നെയാണോ? സ്റ്റുഡന്റ് തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന നോക്കുക, ഏതെങ്കിലും ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രക്ഷോഭത്തിൽ സ്റ്റുഡൻസ് ഉണ്ടാകാറുണ്ടോ? രജിസ്റ്റർ ചെയ്ത് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തവരോ ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ നിങ്ങൾ പറയാം. അല്ല, നമ്മളിവിടെ സ്റ്റുഡൻസ് പ്രക്ഷോഭം കേരളത്തിൽ ഏത് നോക്കിയാലും ആരാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത്? അതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേ തൊഴിലാളികളാണ്. സ്റ്റുഡൻസ് എന്നുള്ള വേഷം അവർക്ക് കുറേ ചിലരൊക്കെ 45-50 വയസ്സായിട്ടും പല യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ CJPയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരാണോ ശരിക്കും ഈ ഇന്നലെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള അക്രമങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവരാണോ? അല്ല. JNU ഇല്ല, ഐസു, അവിടെ SFI, AES, ഞാൻ കൊടികൾ കണ്ടുകൊണ്ട് അതിനകത്ത് കണ്ടുകൊണ്ട് AESF, ഇതേപോലെയുള്ള സംഘടനകൾ, പിന്നെ അത് കഴിഞ്ഞ് ആം ആദ്മി പാർട്ടി, ഇപ്പോൾ കോൺഗ്രസ്, പ്രതിപക്ഷം. ഇത് രാഷ്ട്രീയ സമരമല്ല ഇത് ബേസിക്കലി. അതായത് BJP ഇറങ്ങി ഞങ്ങൾ കയറണം, അതിനായിട്ട് ഞങ്ങൾ സമരം ഉണ്ടാക്കുന്നു എന്നുള്ളത് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കാര്യം ചോദ്യപേപ്പർ ചോർന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം, വളരെ സങ്കടകരമായ കാര്യം. അത് ഇത്രയും കുട്ടികൾ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു, അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദ ഷോക്ക്. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇത് ഇന്ത്യയിൽ ചോദ്യപേപ്പർ ചോരുക എന്ന് പറയുന്നത് ആദ്യം സംഭവിക്കുന്ന കാര്യമല്ല, ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ഇപ്പം ഇവരുടെ ഒരു ആവശ്യം എന്താണ്? മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാറിക്കഴിഞ്ഞാൽ വേറൊരു അപ്രധാനം BJP കൊണ്ടുവരും, ഒരു BJP മന്ത്രി ആയിരിക്കും. അപ്പം വാട്ട് ഇസ് ദ ഡിഫറൻസ്? ആക്ച്വലി ചോദ്യപേപ്പർ ചോരുക അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുക, ലീക്കാവുക, ഇങ്ങനെയുള്ള സംഗതിയാണ് ഇന്ത്യയിൽ നിൽക്കേണ്ടത്. ഇത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ സൃഷ്ടിയല്ല. ഇന്ത്യയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ചരിത്രം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെയാണേലും ലീക്കാവുക, കോപ്പി അടിക്കുക എന്നുള്ള സംഗതി സംതിങ് അബ്ഹറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസ്യതയില്ല, അതായത് വിദ്യാഭ്യാസത്തെ കൊലക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. അതിനെതിരെ നടപടി ഉണ്ടാകണം എന്ന് വാദിക്കുന്നത് ഓക്കെ. ആ രീതിയിൽ അതിൻ്റെ ഉദ്ദേശങ്ങൾ വളരെ ജെന്യുവിനാണ്. കഴിഞ്ഞ നീറ്റ് പരീക്ഷയുടെ ഇതേപോലെ എൻ്റെ ക്വസ്റ്റ്യൻസ് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഘട്ടത്തിലാണെന്ന് തോന്നുന്നു, ഒരാൾ ലീക്ക് ചെയ്ത് കൊടുത്തു, പിന്നെ അയാളെ അറസ്റ്റ് ചെയ്തു, പിന്നെ 8 പേരെ അറസ്റ്റ് ചെയ്തു, അതിൻ്റെ പേരിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇനി മന്ത്രിയും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മന്ത്രിയെ മാറ്റിയത് ഏറ്റവും അവസാനം രാജിവെച്ച, ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചത് എനിക്ക് തോന്നുന്നു AK ആന്റണിയാണ്. പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി മുതൽ ഇങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുക, അത്രക്കുള്ള ഒരു ധാർമ്മികതയൊന്നും ധർമ്മേന്ദ്ര പ്രധാനോ BJPക്കോ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഓരോരോ ലീക്ക് വരുമ്പോൾ ഓരോരോ മന്ത്രിമാർ രാജിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്നത് അങ്ങനെയാണ്, എല്ലാ ദിവസവും മന്ത്രിമാർ രാജിവെച്ചുകൊണ്ടിരിക്കണം. കാര്യം അമ്മാതിരി ലീക്കുകളാണ് ഇന്ത്യയിൽ, പരീക്ഷാ ക്രമക്കേടുകളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വിഷയം ഓക്കെയാണ്, ഒരു സമരം ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വിഷയമായിട്ടുള്ളത്. ഇന്നലെ തന്നെ പ്രകടനക്കാർക്ക് നേരെ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ള സീനുകൾ പുറത്തു വരുന്നു, നമ്മളത് കാണുന്നു, പരിക്കേറ്റവരെ കാണുന്നു. അതോടൊപ്പം തന്നെ ട്രക്ക് ലോഡായിട്ട് കല്ല് അവിടെ കൊണ്ടുവന്നിടുന്നു. വളരെ മാരകമായ രീതിയിലുള്ള ആക്രമങ്ങൾ ഈ സമരം നടത്താനെന്നുള്ള പേരിൽ വന്ന ആളുകൾ, വിദ്യാർത്ഥികളാണോ, ചെറുപ്പക്കാരാണോ, ഗുണ്ടകളാണോ, ആരും ആയിക്കോട്ടെ, നല്ല രീതിയിലുള്ള പോരാട്ടം, അതായത് തെരുവ് കലുഷിതമാക്കുക, കലാപത്തിന് സാധ്യത ഉണ്ടാക്കുക. ഇത് ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു അക്രമത്തിനോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, സോണം വാങ്ചുക് ചെയ്തത് ശരിയായ, ഓക്കെ, പുള്ളി പിന്നെ നിരാഹാരവ്രതം എടുക്കുന്നു. നിരാഹാരവ്രതം എന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലാക്ക് മെയിലാണ്. പുള്ളി തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇത് മൂവ് ചെയ്യിച്ച് പുള്ളി തന്നെ നിർത്തിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, പുള്ളി അവിടെ പോയി അറസ്റ്റ് ചെയ്തതാണ്. പുള്ളി അറസ്റ്റ് ചെയ്തതാണ് സ്റ്റേറ്റ് ചെയ്തെങ്കിൽ അതും ശരിയായ കാര്യമാണ്. കാര്യം സ്റ്റേറ്റ് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പുള്ളിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതേ ആൾക്കാർ പറയും പുള്ളിയെ കൊലക്ക് കൊടുത്തു എന്ന്. പണ്ട് ഗാന്ധിജി മുദ്രാവാക്യം ഇതേപോലെ ഈ ഫ്രാൻസിസ് മക്ഡൊണാൾഡിൻ്റെ കമ്മ്യൂണൽ അവാർഡിനെതിരെ സമരം ചെയ്തിരുന്നു, നിരാഹാരം കിടന്നു. അംബേദ്കറായിരുന്നു അന്ന് വില്ലൻ. ഗാന്ധിജി ഇങ്ങനെ മരിക്കും, ഗാന്ധിജി സ്ഥിരമായി നിരാഹാരം ഒരു പരിപാടിയാണ്. അപ്പോൾ അംബേദ്കറിനെതിരെ ആളുകൾ ഇങ്ങനെ ശരിക്കും ഭയങ്കര രോഷമായിരുന്നു, നാട്ടിൽ തുപ്പുമായിരുന്നു. ആള് പറഞ്ഞു, നിങ്ങൾ കാരണം ഗാന്ധിജി മരിക്കുന്നു, നിങ്ങൾക്ക് വഴങ്ങിക്കൂടെ, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, എമ്പതി ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ അംബേദ്കറിനോടാണ് ചോദിക്കുന്നത്. അംബേദ്കർ അന്ന് പറഞ്ഞത്, എന്നെ ഈ
നഗരത്തിലെ തെരുവ് വിളക്കിൽ കെട്ടിത്തൂക്കി കൊന്നാൽ പോലും ഞാൻ എൻ്റെ ആവശ്യങ്ങളിൽ നിന്നോ എൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നോ പിന്മാറില്ല എന്നാണ് അംബേദ്കർ എന്ന് പറഞ്ഞത്. പക്ഷെ അംബേദ്കർ അത് പറഞ്ഞു, പക്ഷെ വഴങ്ങി ചർച്ച നടത്തി. അതിനേക്കാൾ ഇൻ എഫക്റ്റ് അത് കുറച്ചുകൂടെ ഗുണകരമായെന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം അതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ നോക്കുകയാണ്. അപ്പം അതുപോലെ ഇത് ഈ വാട്ട് ദ എയിം ഈസ് ഒരു നേപ്പാളി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബംഗ്ലാദേശി ഒരു ശ്രീലങ്കൻ രീതിയിലുള്ള കലാപമാണെന്നുണ്ടെങ്കിൽ അതിനോട് ഒട്ടും യോജിപ്പില്ല. പിന്നെ ഇന്നലെ നേതാക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്. നഡ്ഡയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് നല്ലതാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ജെന്യൂനായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സംസാരിക്കാനും ആദ്യം തന്നെ തീരുമാനിക്കണം. എന്തിനാണ് വൈ നോട്ട്? അതിപ്പോൾ BJP-യോ അല്ല കോക്രോച്ച് പാർട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏത് പാർട്ടി ആയിക്കോട്ടെ. ഇന്നലെ വരെ കോക്രോച്ച് പാർട്ടിയുടെ സമരത്തെ തിരിഞ്ഞു നോക്കാതിരുന്ന കോൺഗ്രസ് ആണ് ഇന്നലെ അതിനകത്തൊരു എന്താ പറയുക ലെവറേജ് കിട്ടിയപ്പോൾ ചാടി വീണിരിക്കുന്നു. അപ്പോൾ ഇത് ബേസിക്കലി രാഷ്ട്രീയ സമരമല്ലേ. ഒരു പാർട്ടി അവർക്ക് ഗുണകരമാണ്, അവർക്ക് ഭരണത്തിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. പക്ഷേ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ശരിയാണ്, കുഴപ്പമില്ല, നല്ല കാര്യം തന്നെയാണ്. ഭരണം കുറച്ചുകൂടെ കറക്റ്റാക്കാനും നല്ല രീതിയിലുള്ള പ്രതിപക്ഷവും വളരെ നല്ലതാണ്. പക്ഷേ വിഷയം ഈ അക്രമം എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ സിലബസിൽപ്പെട്ട കാര്യമല്ല. അക്രമത്തിലൂടെ, കലാപത്തിലൂടെ ഭരണം അല്ലെന്നുണ്ടെങ്കിൽ അശാന്തി നിറയ്ക്കുക എന്ന് പറയുന്നത് അത് പിന്നെ ജെൻസി ആണ്. ജെൻസിക്ക് എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രിവിലേജ് ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. ജെൻസിക്കും ഈ പറയുന്ന കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവർക്കൊക്കെ തുല്യമായിട്ടുള്ള അവകാശ അധികാരങ്ങളെ ഈ രാജ്യത്ത് പാടുള്ളൂ. അല്ല ജെൻസി ആണ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു പ്രിവിലേജ് ഉണ്ട് എന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ജെന്യൂനായിട്ടുള്ള കോസ് ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരും പ്രതിഷേധിക്കുന്നവരെയും അവരെ ഒരു സെൻസ് ഓഫ് ഈക്വാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഡീൽ ചെയ്യുക എന്നുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. പിന്നെ തിരിച്ച് ഈ സമരക്കാരും ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴും ഈ ജനാധിപത്യത്തിൻ്റെ സിലബസിൽ നിന്നുകൊണ്ട് വേണം പ്രതികരിക്കാൻ. ഡൽഹിയിൽ നടന്ന സംഭവങ്ങൾ വളരെ വളരെ നിർഭാഗ്യകരമാണ് എന്നുള്ളതാണ്